ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. 8-ാം അധ്യായം ബന്ധമോക്ഷങ്ങൾ. അവയിൽ നിന്നുള്ള മോചനം ഇവ നമ്മൾ കണ്ടു. 9-ാം അധ്യായം അനാസക്തി. 2 ശ്ലോകങ്ങൾ എടുത്തു കഴിഞ്ഞാണ് നിർത്തിയതെന്ന് തോന്നുന്നു. 3 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ആർക്കാണ് അനാസക്തി ഉണ്ടാകുന്നത്? ആരാണ് അനാസക്തനായിത്തീരുന്നത്? ത്യാഗനിഷ്ഠനും വ്രതമുക്തനുമായിത്തീരുന്നത് ആരാണ്? എപ്പോഴാണ് കൃത്യങ്ങളും അകൃത്യങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളുമാകുന്ന ദ്വന്ദ്വങ്ങളില്ലാതാകുന്നത്? ആരൊരുവനാണ് അന്യരുടെ പ്രവൃത്തികളെ നോക്കിക്കണ്ടിട്ട് ജീവിക്കുവാനോ ഭുജിക്കുവാനോ ബോധിക്കുവാനോ ഉള്ള ആശകൾ അറ്റുപോകുന്നത്? അങ്ങനെയുള്ളവർ അതിദുർലഭമായിരിക്കുന്നു എന്നാണ് അഷ്ടാവക്രൻ ജനകനോട് പറഞ്ഞത്. ഈ ലോകത്ത് അനാസക്തി ഉണ്ടാകാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ പോലും പെട്ടെന്ന് വരും. കർത്തൃത്വവും ഭോക്തൃത്വവും വന്ന് കർമ്മകലാപങ്ങളിൽ ഏർപ്പെടുമ്പോൾ അഹങ്കാരവും വിഷയങ്ങളുമായി ചേരുകയാൽ അജ്ഞാനത്തിന്റെ മറവിൽ സദാ സർവദാ പെട്ടുപോകും. മറിച്ച് മറ്റൊരാൾ കർമ്മത്തിൽ ഏർപ്പെടുന്നത് കാണുമ്പോൾ അയാളുടെ ഇച്ഛ, അതിൽ നിന്ന് ഉൽപ്പന്നമായ കർമ്മസങ്കല്പങ്ങൾ, അത് രൂപാന്തരപ്പെട്ടു വന്ന കർമ്മകലാപങ്ങൾ, അതിൽ നിന്നുളവായ കർമ്മത്തിന്റെ ഫലം, അയാൾ സ്വപ്നത്തിൽ സൂക്ഷിച്ചിരുന്ന കർമ്മഫലവും വന്നുചേർന്ന കർമ്മഫലവും തമ്മിലുള്ള അന്തരം, അതിൽ നിന്ന് ഉണ്ടാകുമായിരുന്നു എന്ന് പ്രതീക്ഷിച്ച സുഖം, ഉണ്ടാകാത്ത ദുഃഖം, അതിൽ വന്നുചേരാം എന്ന് പ്രതീക്ഷിച്ച ദുഃഖങ്ങൾ, വന്നുചേർന്ന സുഖങ്ങൾ, ഇവ നോക്കിക്കാണുന്ന ഒരുവന് വളരെ പെട്ടെന്ന് അനാസക്തി ഉണ്ടാവും. കർമ്മത്തിലുള്ള ഗതീയത നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് ആർക്കാണ് അമ്മാതിരി ഒരവസ്ഥ വരിക? പക്ഷെ പലപ്പോഴും അങ്ങനെ നോക്കാനുള്ള കഴിവ് മർത്യനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത്തരം അനാസക്തന്മാർ അതിദുർലഭമാണ് എന്നും ജനകനോട് പറഞ്ഞു. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ അനാസക്തിയുടെ കുറവുകൊണ്ട് പ്രായണ ജനങ്ങളിൽ കാണുന്ന പ്രത്യേകത, കർമ്മം സ്വപ്നങ്ങളായിരിക്കുന്നവർ, കർമ്മം ക്രിയാപദ്ധതികളായി വികസിച്ചവർ, 2 അജ്ഞാനികൾ തമ്മിലുള്ള ഇടപാടാണ് പ്രായണ കാണുന്നത്. അതുകൊണ്ട് അവരൻ്റെ കർമ്മം തെറ്റും എൻ്റെ സങ്കല്പം ശരിയുമാണെന്നുള്ള വഴക്കും വക്കാണവുമാണ് ലോകം. കർമ്മത്തിൻ്റെ ഗതീയതയെ, അതിൻ്റെ അധിഷ്ഠാനം, കർത്താവ്, കരണം, ചേഷ്ട,
ഇവയിലൂടെയും അതിലെ അദൃഷ്ടത്തിലൂടെയും നോക്കി മനസ്സിലാക്കിയവനു മാത്രമേ ശാന്തി കിട്ടൂ. എൻ്റെ മകൻ എൻ്റെ കർത്തൃത്വത്തിലല്ല കർമ്മം ചെയ്യുന്നത്, അവൻ്റെ കർത്തൃത്വത്തിലാണ് എന്ന് തിരിച്ചറിയുക. അതിനവൻ കർമ്മത്തിന് അധിഷ്ഠാനമായി സ്വീകരിച്ചത് അവൻ്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള ദ്രവ്യങ്ങളാണെന്നും എൻ്റെ സങ്കല്പത്തിലുള്ള ദ്രവ്യമല്ലെന്നും മനസ്സിലാക്കുക. അവനെടുത്ത കരണങ്ങൾ, ഉപകരണങ്ങൾ അവൻ്റെ കൈക്കും കാലിനും വഴങ്ങുമാറെടുത്തവയാണെന്നും ആ കരണങ്ങളെ കൊണ്ട് എൻ്റെ സങ്കല്പനിഷ്ഠമായ കർമ്മം സാധ്യമാവില്ലെന്നും കാണുക. ചേഷ്ടകൾ അവൻ്റെ ഇംഗിതത്തിനുള്ളവയാണ്, എൻ്റെ ഇംഗിതത്തിലല്ല. അവൻ്റെ പൂർവവാസനകൾക്കും അവനുപയോഗിക്കുന്ന അധിഷ്ഠാനത്തിൻ്റെ തലങ്ങളിലും അവനുപയോഗിക്കുന്ന കരണങ്ങളാലും അവനുപയോഗിക്കുന്ന ചേഷ്ടകളാലും നിയന്ത്രിതമാണ് അതിൻ്റെ ദേവതകൾ ഓരോന്നും, അവ ചേർന്നു വരുന്ന ദേവതാ സമൂഹവും. ആ ദേവതാ സമൂഹം എനിക്ക് ഇന്ന് അദൃഷ്ടവും അത് ചെയ്യുന്ന അവന് പോലും അദൃഷ്ടവും, അവ അവൻ്റെ അവയവങ്ങളുടെയും അവനുപയോഗിക്കുന്ന ഉപകരണങ്ങളുടെയും അവൻ്റെ ചേഷ്ടകളുടെയും അതിദേവതകളുടെ സമൂഹമാണെന്നും അവ കർമ്മമില്ലാതിരിക്കുന്ന എന്നിൽ ഉണ്ടാകുന്നവയല്ലെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരഭിപ്രായം പറയാൻ പോലും സാധ്യമല്ലാത്ത വിധം മനസ്സ് ശാന്തമാവും. ദേവതാവിജ്ഞാനങ്ങളൊന്നുമില്ലാതെ അന്യന്റെ കർമ്മങ്ങളെ വിമർശിച്ചും അനുസരിച്ചും അനുകൂലിച്ചും അനുകരിച്ചും സ്വജീവിതം വ്യർത്ഥമാക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിന്റെ നയരൂപീകരണത്തിലൂടെ ജന്മജന്മാന്തരങ്ങൾക്ക് വിത്തിട്ടു പോകുന്ന ബന്ധങ്ങളിൽ നിൽക്കുന്നവൻ എന്നാണ് അനാസക്തി ഉണ്ടാവുക. അനാസക്തി ഉണ്ടാവില്ല എന്ന് സാരം. മനസ്സിലായോ തുടക്കത്തിലെന്നറിയില്ല. ഇതിലേതെങ്കിലും ഭാഗം സംശയമുണ്ടോ എന്നറിയില്ല. സ്വന്തം കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, അന്യന്റെ കർമ്മങ്ങളെ നോക്കിക്കാണുക, അതിലെ ദേവതാവിജ്ഞാനം കൈമുതലായി ഇല്ലാതിരിക്കുക, കരണങ്ങളിൽ അന്തർസ്ഥിതവും ചേഷ്ടകളിൽ അന്തർസ്ഥിതവും അധിഷ്ഠാനത്തിൽ അന്തസ്ഥിതവും ആയിരിക്കുന്ന ദേവതാ സമൂഹത്തിൻ്റെ ശാപഗ്രസ്തം ആയ തലം മുഴുവൻ ഉണ്ടായിരിക്കുക. അവസാനം ചെയ്തു കൂട്ടുന്നതെല്ലാം തന്നെ കൊടുക്കുന്നതാവുക. ഇങ്ങനെ എത്തുന്നതാണ് കർമ്മങ്ങളുടെ പരിപ്രേക്ഷ്യം അത്രയും. അതുകൊണ്ട് അന്യർ ചെയ്യുന്നത് അവൻ്റെ ശരീരത്തിന് ചേർന്നതാണ്, അവൻ്റെ ജന്മ ഉദ്ദേശ്യത്തിന് ചേർന്നതാണ്, അവൻ്റെ ഉപകരണങ്ങൾക്ക് ചേർന്നതാണ്. അതിൽ എത്രത്തോളം എൻ്റെ ശരീരത്തിനും എൻ്റെ ഉപകരണങ്ങൾക്കും ചേരുമോ അത്രത്തോളമേ അതിനോട് എനിക്ക് ബന്ധമുള്ളൂ. അതിൻ്റെ ഫലത്തെയോ അതിൻ്റെ നന്മകളെയോ അതിൻ്റെ തിന്മകളെയോ അപഗ്രഥിക്കുന്നതിൽ അർത്ഥമുണ്ടാവില്ല.
അവയെ മാറ്റിമറിക്കുവാനോ അവയെ എൻ്റെ വഴിയിലൂടെ കൊണ്ടുപോകുവാനോ സാധ്യവുമല്ല. വൈയക്തികമായ എൻ്റെ ശരികൾ അവൻ്റെ ശരികൾ വേറിട്ടാണ്. സാമാജികമായി പറയുമ്പോൾ പൊതുവായി ഉണ്ടാകുന്ന നന്മകൾ സ്വീകരിക്കാം, തിന്മകൾ അനുഭവിക്കാം, മാറ്റം വരുത്താനാവില്ല. ഇത് കണ്ടാണൊരുവൻ ആസക്തി കുറയ്ക്കുന്നത്, അനാസക്തനായിത്തീരുന്നത്. അതിനു പകരം അതിനെ ഭാവാത്മകമായി കണ്ട് അതിനെ അപഗ്രഥിക്കുവാൻ ജന്മം മുഴുവൻ ചെലവഴിച്ച് സ്വന്തം കർമ്മമില്ലാതായതുപോലെ അന്യന്റെ കർമ്മങ്ങളിൽ വ്യാപൃതമാകുമ്പോൾ ബന്ധം കൂടുന്നു. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ട് കൃതാകൃതങ്ങൾ, സുഖദുഃഖങ്ങൾ ഇവയെല്ലാം കണ്ടിട്ട് ആരാണ് അനാസക്തനാകാതിരിക്കുന്നത് എന്നൊരു ചോദ്യം, ആരാണ് അന്യരുടെ കർമ്മങ്ങളും അന്യരുടെ സുഖദുഃഖങ്ങളും കണ്ടിട്ട് അനാസക്തനാകാതിരിക്കുക എന്ന് രണ്ടാമത്തെ ചോദ്യം. വീണ്ടും ഇക്കാണായതെല്ലാം അങ്ങനൊരുവൻ നോക്കിക്കാണാൻ ഉയർന്നാൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം താപത്രയ പൂർവകമാണെന്നും അഥവാ ത്രിതാപതപ്തമാണെന്നും സാരവിഹീനമാണെന്നും അന്തസാരശൂന്യമാണെന്നും അഥവാ നിസ്സാരമാണെന്നും നിന്ദ്യമാണെന്നും വർജ്യമാണെന്നും അറിയുന്നതോടുകൂടി ഒരുവൻ ശാന്തനാകുന്നു. അറിവാണെങ്കിൽ അത് ശാന്തിയാണ്. ഇന്നറിവ് അശാന്തിയാണ്. അറിവ് അശാന്തിയാകുന്നതിനൊരു കാരണം അറിവല്ലാത്തതുകൊണ്ടാണ്. സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്നതെല്ലാം തൃപ്താപതപ്തമാണ്, അനിത്യമാണ്. അനിത്യമല്ലാത്ത ഒന്നുമില്ല, ആത്മാവൊഴികെ. തൃതാപതപ്തമല്ലാത്ത യാതൊന്നുമില്ല. ശാരീരികമോ മാനസികമോ ആധ്യാത്മികമോ ആയ ദുഃഖങ്ങൾ ആധിഭൗതികങ്ങളും ആധിദൈവികങ്ങളും ആധ്യാത്മികവുമായ ദുഃഖങ്ങൾ കൊണ്ട് അങ്കിതമാണ് സമസ്ത പ്രപഞ്ചവും. ഫലം ഈ മൂന്ന് രീതിയിലുള്ള ദുഃഖം മാത്രമാണ്. ഒന്നുകിൽ ആധിഭൗതികങ്ങളായ ദുഃഖങ്ങൾ, അവ ഒട്ടു വളരെയാണ്. സൂക്ഷ്മ ശരീര സ്ഥിതങ്ങളും സ്ഥൂല ശരീരസ്ഥിതങ്ങളും കാരണശരീരസ്ഥിതങ്ങളും ആയ ദുഃഖങ്ങൾ. കാരണശരീരത്തിലാണ് ആലസ്യവും ഉറക്കക്കുറവും ഉറക്കവും ഒക്കെ കാരണശരീരത്തിലാണ്. ദുഃഖം കാരണശരീരത്തിലെത്തിയാൽ ഉറക്കം കുറയും. കാരണശരീരം തപിച്ചു തുടങ്ങിയാൽ കാലണയുടെ പണിയെടുക്കാൻ പറ്റില്ല, ആലസ്യം ഉണ്ടാവും. നിദ്രയും ആലസ്യവും കാരണശരീരത്തിൻ്റെയാണ്. അമിതമായ ഉറക്കവും ഉറക്കമില്ലായ്മയും കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതിരിക്കലും എല്ലാം
കാരണശരീരത്തിലെ അജ്ഞാനം കൊണ്ടാണ്. സ്ഥൂല ശരീരത്തിലെ അജ്ഞാനം മാറും, സൂക്ഷ്മ ശരീരത്തിലെ അജ്ഞാനവും മാറും. രോഗങ്ങൾ ശാരീരികങ്ങളായവയെല്ലാം സ്ഥൂല ശരീരസ്ഥിതങ്ങളാണ്. അതേസമയം ദുഃഖങ്ങളെല്ലാം തന്നെ സൂക്ഷ്മ ശരീരസ്ഥിതങ്ങളാണ്. ഇത് മൂന്നും ആധ്യാത്മികങ്ങൾ, ആദിഭൗതികങ്ങൾ, ആദിദൈവികങ്ങൾ, അവയുടെ വിസ്തൃതമായ തലങ്ങൾ, ആദിബലപ്രവൃത്തങ്ങൾ, ജന്മബലപ്രവൃത്തങ്ങൾ, ദോഷബലപ്രവൃത്തങ്ങൾ ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഓർമ്മയുണ്ടാവുമോ എന്നറിയില്ല. ആദിബലപ്രവൃത്തങ്ങളായ ദുഃഖങ്ങൾ മാതൃജങ്ങളും പിതൃജങ്ങളുമായ ദുഃഖങ്ങൾ, ദൗഹദ അപചാരജങ്ങളായ ദുഃഖങ്ങൾ, ഇവയെല്ലാം ആദിബലപ്രവൃത്ത ദുഃഖമാണ്. അതുകൊണ്ട് പ്രവാഹനിത്യതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. മാതൃപിതൃ പാരമ്പര്യത്തിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് പ്രവാഹനിത്യമാണ് ഈ ജഗത്ത്. ഗർഭസ്ഥാവസ്ഥയിൽ അമ്മയൊരു ആഹാരം കഴിച്ചാൽ അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് ജനിക്കുന്ന കുഞ്ഞാണ്. അത് ആദിബലപ്രവൃത്ത ദോഷമാണ്. ആദിബലപ്രവൃത്തങ്ങൾ ആധ്യാത്മിക ദുഃഖങ്ങളിലെ ഒരെണ്ണമാണ്. ആദിബലപ്രവൃത്തത്തിൽ ഒന്നാണ് ദൗഹദ അപചാരജം, പിതൃജം, മാതൃജം. ഗാർഹസ്ഥ്യമൊക്കെ തെരഞ്ഞെടുക്കാൻ പോകുന്നതിന് മുമ്പ് ബ്രഹ്മചര്യകാലത്ത് വളരെ ശ്രദ്ധിക്കണം. ദുഃഖമുണ്ടാകാതിരിക്കണം, എല്ലാവരും ആഗ്രഹിക്കും. അതിനനുസരിച്ചുള്ള മര്യാദാമസൃണമായ ജീവിതം അതാഗ്രഹിക്കില്ല. വാക്കുകൾ എങ്ങനെയായിരിക്കണം? അതുളവാക്കുന്ന ആകാശത്തിൽ ജീവിക്കുകയും അതുളവാക്കുന്ന ആകാശത്തോട് ഇടപഴകുകയും അതുളവാക്കുന്ന ആകാശത്തെ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ വാക്ക് വളരെ മര്യാദാമസൃണമായിരിക്കണം. ബ്രഹ്മചര്യകാലത്തെ എന്നിട്ടല്ല ഗാർഹസ്ഥ്യം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നേരത്തെയുള്ള വാക്കും നേരത്തെയുള്ള ആഹാരങ്ങളും നേരത്തെയുള്ള ജീവിത രീതികളും പുരുഷനിൽ ബീജത്തെയും ബീജഭാഗത്തെയും ബീജഭാഗ അവയവത്തെയും സ്ത്രീയിൽ അണ്ഡത്തെയും അണ്ഡഭാഗത്തെയും അണ്ഡഭാഗ അവയവത്തെയും ബാധിക്കും. അതിന്റെ തിക്തഫലം കുട്ടികൾ അനുഭവിക്കുന്നത് കണ്ടു ദുഃഖിക്കേണ്ടി വരും. നേരത്തെ കഴിച്ച ആഹാരത്തിന്റെ സുഖം, നേരത്തെ കഴിച്ച സാധന സാമഗ്രികളുടെ പ്രത്യേകതകൾ, നേരത്തെ ഉപയോഗിച്ച വാക്കുകൾ, ഇവയ്ക്ക് അനുഗുണങ്ങളായ സന്താനത്തെ ലഭിച്ചു കഴിയുമ്പോൾ അവർ ദുഃഖിക്കുന്നത് കണ്ടു ദുഃഖിക്കേണ്ടി വരും. അതല്ലെങ്കിൽ നേരത്തെ അതിനനുഗുണമായ പെരുമാറ്റങ്ങൾ ഉണ്ടാവണം. ഒന്നും വൃഥാവിലാവില്ല. അത് ആദിബലപ്രവൃത്തം എന്നതിൽ പെടുന്ന പിതൃജവും മാതൃജവുമായ ദുഃഖങ്ങളാണ്. അത് രണ്ടും ആധ്യാത്മിക ദുഃഖത്തിൽപ്പെടുന്നതാണ്. ദൗഹദ അപചാരജം
അതും ആദിബലപ്രവൃത്തത്തിൽപ്പെടുന്നതാണ്. ദോഹത കാലത്ത് ചെയ്യുന്ന അപചാരജങ്ങൾ, ഇതൊക്കെ വിശദമായി നേരത്തെ പറഞ്ഞതാണെന്നാണ് എൻ്റെ ധാരണ. പക്ഷെ ഒന്നും കേട്ടിട്ടില്ലാത്ത പോലാണ് ഇരിക്കുന്നത്. പറഞ്ഞല്ല, വിശദീകരിച്ച് പറഞ്ഞതാണ്. ആദിബലപ്രവൃത്തങ്ങൾ, ജന്മബലപ്രവൃത്തങ്ങൾ, അങ്ങനെയുണ്ട്. ജനിച്ചു കഴിഞ്ഞുള്ളതാണത്. അന്നരസജങ്ങളായവ, അതൊക്കെ ജന്മബലപ്രവൃത്തമാണ്. അതുപോലെ തന്നെ ആദിഭൗതികങ്ങൾ, സംഘാതബലപ്രവൃത്തങ്ങളായവ, വ്യാപന്ന ഋതുകൃതങ്ങളും അവ്യാപന്ന ഋതുകൃതങ്ങളുമായ കാലജങ്ങൾ, കാലബലപ്രവൃത്തങ്ങൾ, ദോഷബലപ്രവൃത്തങ്ങൾ, ദൈവബലപ്രവൃത്തങ്ങൾ, അത് ആദിദൈവികങ്ങളാണ്. ഇങ്ങനെയുള്ള 3 തരം താപങ്ങൾ. ഈ പ്രപഞ്ചം നോക്കിയാൽ ഈ 3 തരം താപങ്ങളുടെ അനുഭവത്തിനാണ് ഈ ജന്മം. അത് മാത്രമാകെ കിട്ടുന്നത് അഹങ്കാരം കൊണ്ട്. ഞാൻ ചെയ്യുന്നുവെന്നും ഞാൻ അനുഭവിക്കുന്നുവെന്നുമുള്ള കർത്തൃത്വ ഭോക്തൃത്വാദികളോടുകൂടി യാതൊരാൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നുവോ, യാതൊരാൾ ഇടപെടുന്നുവോ, അയാൾ ഈ താപത്രയത്തിലാണ് ചെന്ന് നിൽക്കുന്നത്. അപ്പൊ ത്രിതാപതപ്തമായ ഈ പ്രപഞ്ചം അത് നിസ്സാരമാണെന്നും നിന്ദ്യമാണെന്നും വർജ്യമാണെന്നും അറിയുന്നതോടുകൂടിയാണ് ശാന്തി ഉണ്ടാകുന്നത്. ഇത്രയും അറിയുമ്പോൾ അറിവായി, ശാന്തമായി. അങ്ങനെയുള്ള ഒരുവൻ പ്രാപിക്കുന്ന രംഗം, സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളില്ലാത്ത, സുഖമോ ദുഃഖമോ എന്ന 2 എണ്ണവും ഇല്ലാത്ത, കാലവും പ്രായവും അവയെ വെടിഞ്ഞ് യാതൊരുവനാണോ യദൃച്ഛാലാഭസന്തുഷ്ടനായവൻ, യാദൃച്ഛികമായതെന്തോ അതിൽ സന്തുഷ്ടി, ലഭിക്കുന്ന എന്തും അതാണ് ആഗ്രഹിച്ചത് എന്ന് വന്നാൽ സന്തോഷായി. ആഗ്രഹിക്കുന്ന ഒന്ന്, ലഭിക്കുന്നത് വേറൊന്ന്. നിത്യദുഃഖത്തിന് കാരണമാണ്. ആഗ്രഹിക്കുന്നത് ലഭിക്കണം എങ്കിൽ ആരുടെയും ആഗ്രഹം തകർക്കാതെ ജീവിച്ചിട്ടുണ്ടാവണം. ഈ പ്രപഞ്ചത്തിൽ ആഗ്രഹങ്ങളെ തകർത്ത് ആഗ്രഹങ്ങളെ സാധിതപ്രായമാക്കാൻ ഓടുകയാണ് നവ്യവിദ്യാഭ്യാസ സംസ്കൃതിയുടെ ആകെപ്പണി. നവ്യവിദ്യാഭ്യാസ സംസ്കൃതി ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ക്ഷണം മുതൽ നാം അന്യരുടെ ആഗ്രഹങ്ങളെ അറിഞ്ഞും അറിയാതെയും ഒളിഞ്ഞും തെളിഞ്ഞും തകർക്കും. ഇന്നതാണ് അവന്റെ ആഗ്രഹം എന്ന് അവൻ പറഞ്ഞറിഞ്ഞാൽ ആ നിമിഷം മുതൽ അത് തകർത്ത് ഒരു രസം കാണുക. അതാണ് വിദ്യാഭ്യാസത്തിന്റെ ആകെത്തുക. ഭാര്യ ഒരാഗ്രഹം ഭർത്താവിനോട് പ്രകടിപ്പിച്ചു. അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ തകർത്തു. അതിനൊരു രസമുണ്ട് എന്നാണ് പറയുക. നടപ്പാക്കി കൊടുത്താൽ തലേ കയറുകയെ. ഭർത്താവ് ഒരാഗ്രഹം പറഞ്ഞു, കേട്ട മാത്രമേ തന്നെ അത് അടിച്ചു പൊളിച്ചു. ഒരു സാരി എടുക്കാൻ പോകുമ്പോൾ ആയാൽ പോലും മതി, ഇന്നത് മതി എന്ന് അവൾ പറഞ്ഞു. അപ്പോഴേ തീരുമാനിച്ചു
ഞാൻ പറയുന്നത് ഇവളെ ഉടുപ്പിക്കണം, ഇവള് പറയുന്നത് എടുത്തു കൊടുത്തുകൂടാ. അവിടെ മൂലേ പരീക്ഷണം തുടങ്ങുകയാണ്. വീട്ടിലെത്തി അതിനൊരുപാട് ന്യായങ്ങളുണ്ടാവും, പറയാൻ ഒട്ടേറെ ന്യായങ്ങളുണ്ടാവും. പ്രമാണപൂർവമായിരിക്കും എല്ലാ കർമ്മവും, അതിന് ശങ്കയൊന്നും വേണ്ട. വീട്ടിലെത്തിയാൽ ഇയാൾക്ക് നല്ല കാളൻ കൂട്ടണം, അതിന് ഈ ജന്മം സാധിക്കില്ല എന്ന് അവളും തീരുമാനിക്കും. ഇങ്ങനെ ആഗ്രഹങ്ങളെ തകർക്കുന്നതിന്റെ പരിശീലനത്തിൽ രണ്ടുപേരും മത്സരിക്കുമ്പോൾ എന്താണ് ജീവിതം എന്ന് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കണ്ടു മനസ്സിലാക്കുന്ന മക്കൾ ലോകത്ത് അവരിറങ്ങുന്ന എല്ലായിടത്തും ആഗ്രഹം തകർത്ത് ജീവിക്കണം എന്ന് തീരുമാനിക്കും. ഇന്ന് എല്ലാ രംഗങ്ങളിലും വിചരിക്കുന്ന ആളുകൾ എല്ലാ രംഗങ്ങളിലും അവരന്റെ ആഗ്രഹത്തെ തകർക്കുന്നതിനുള്ള ഗവേഷണത്തിലാണ്. അറിഞ്ഞാലല്ലേ തകർക്കാൻ പറ്റുമെന്നാണെങ്കിൽ അതെങ്ങനെയെങ്കിലും സൂത്രത്തിൽ അറിയാൻ ശ്രമിക്കും. ആരുടെയും ആഗ്രഹം തകർത്തിട്ടില്ലാത്തവൻ ആസൂത്രിതമായി തകർക്കാനായി ജനിച്ചവർക്ക് തകർക്കാനും തകർക്കാതിരിക്കാനുള്ളവർക്ക് തകർക്കാതിരിക്കാനും പറ്റുന്ന ആഗ്രഹങ്ങളുടെ ചൂതാട്ടം നടത്തി ജീവിക്കുന്നതാണ് ഇന്ന് ജീവിതം. അവർക്കേ ജീവിക്കാനാവൂ. പറഞ്ഞത് മനസ്സിലായില്ല. ചിലർ ചൂതാട്ടം പോലെയാണ് ജീവിതത്തെ കാണുന്നത്. അവര് ധാർമ്മികവും അധാർമികവുമായ സാധനങ്ങൾ മേടിച്ചു വെച്ച് അധർമ്മിക്ക് അടിച്ചു പൊളിക്കുവാൻ അധർമ്മത്തിന്റെയും ധർമ്മിക്ക് ധാർമ്മികമായി ജീവിക്കുവാൻ ധർമ്മത്തിന്റെയും രംഗവേദികൾ സൃഷ്ടിച്ച് രണ്ടും എന്റെ ആഗ്രഹമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്കുമേൽ ചൂതാട്ടം നടത്തി ജീവിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ജീവിതം കണ്ട് ഭ്രമിച്ചിറങ്ങും, കുത്തുവാളയെടുത്ത് കരയ്ക്ക് കയറും. മനസ്സിലായില്ല? മനസ്സിലാകുന്നില്ല. രാവിലെ എന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് പിടികിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അതോ മനസ്സിലാകുന്നുണ്ട്? കനത്ത നിശബ്ദത. രാവിലെ ആയതുകൊണ്ടായിരിക്കും അല്ലേ? അതോ പുതിയ അന്തരീക്ഷമായിട്ടൊന്ന് ഇണങ്ങി വരാനുള്ള കർമ്മരംഗങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇത് വളരെ കാണാം. ആഗ്രഹങ്ങളെ മേയ്ക്കുന്നവർ പലപ്പോഴും ദുഃഖികളാകുന്നത് ഇതുകൊണ്ടാണ്. പൂർവകർമാർജിതമാണ് ആഗ്രഹവും അതിന്റെ കർമ്മവും അതിന്റെ ഫലവും. ചിലരെല്ലാം റെഡിയാക്കിയിരിക്കുന്നവരാണെങ്കിൽ അവരെ ആഗ്രഹിക്കുന്ന അവരുടെ സങ്കല്പം ഒന്ന് മതി, അത് ഉടനെ നടപ്പാവും. അത്തരം ആളുകളുടെ അടുക്കൽ എത്തി അവരുടെ സങ്കല്പത്തിന് വിരുദ്ധമാണ് ജീവിതമെന്ന് കാണിക്കാൻ ശ്രമിച്ച് സ്വയം അവരുടെ പൂർവജന്മകൃതങ്ങളായ പാപങ്ങളും കൂടി ഏറ്റുവാങ്ങി നശിക്കാൻ പോകുന്നവരുണ്ട്. അവരുടെ പുണ്യാതിരേഖത്തിൽപ്പെട്ട് ജീവിക്കാൻ പോകുന്നവരുണ്ട്. അസ്മാദൃശ്യരായ ആളുകളെയൊക്കെ ലോകത്ത് കാണാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം പോകാൻ. ജീവിതം എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ചു വേണം ആ രംഗത്ത്. എന്നാൽ ഉത്തമന്മാർ ഇതെല്ലാം പഠനവിധേയമാക്കുമ്പോൾ യദൃച്ഛാലാഭ സന്തുഷ്ടരായിത്തീരുന്നു. എന്ത് ലഭിക്കുന്നു അതുകൊണ്ട് സന്തുഷ്ടരാകും. അങ്ങനെയുള്ള ആളുകളുടെ സാമീപ്യം ഒരു രസമുള്ളതാണ്. എന്തുകൊണ്ടും തൃപ്തരല്ലാത്ത ഒരാളിന്റെ അടുക്കലിരുന്നാൽ ആ ആഗ്രഹങ്ങളുടെ ആന്തോളനം ശക്തമായി കാണാം.
ആഗ്രഹങ്ങൾ 4 പാടും പൊട്ടിവരും. ഇപ്പം സമീപത്തിരിക്കാൻ പറ്റില്ല. ദുരദുഷ്ടകൾ നിറയും. അവരുടെ നിശബ്ദത പോലും യുദ്ധപ്രതീതി ഉണ്ടാക്കുന്നതാണ്. വെറുതെ ഇരിക്കുന്ന ഒരാളിൻ്റെ അടുക്കൽ പോയി അല്പനേരം ഇരുന്ന് നോക്കുക. അല്പനേരം ഇരിക്കുമ്പോഴേക്ക് വെറുതെയാണ് അയാൾ ഇരിക്കുന്നത് എന്ന് ബാഹ്യമായി തോന്നിയാലും സാമീപ്യത്തിൽ എത്തുന്നവന് സംഘർഷം ഉണ്ടാവും. അയാളെ അവഗണിച്ച് പോയി നോക്കുക. ചില കാരണവന്മാരെയൊക്കെ നിങ്ങളൊന്ന് അവഗണിച്ച് നോക്കുക. പെട്ടെന്ന് ഒരു വയലൻ്റ് ആവും. എന്താണ് അവരെ അവഗണിക്കാൻ കാരണം? അടുക്കലിരുന്നാൽ സ്വസ്ഥത പോവും. കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല, ഇതുവരെ പരിചയമില്ല. ചില ആളുകൾ അടുക്കരിക്കാൻ പറ്റില്ല. സാമീപ്യം അത്യന്ത സംഘർഷം ഉണ്ടാവും മനസ്സുകൾക്ക്. അവർ വെറുതെ ഇരുന്നാൽ പോലും സംഘർഷം ഉണ്ടാവും. അപ്പം അതറിഞ്ഞ് ബാക്കിയുള്ളവർ ഒഴിഞ്ഞു മാറും. ഒഴിഞ്ഞു മാറിയാൽ കൂടുതൽ വയലൻ്റ് ആവും. എന്തുകൊണ്ടാണ് ഒഴിവാകുന്നത് എന്ന് തിരിച്ചു ചിന്തിക്കുവാനുള്ള ജ്ഞാനവും ഉണ്ടാവില്ല. ചില ആളുകളുടെ സാമീപ്യം പോലും ശാന്തിയെ പ്രദാനം ചെയ്യും. ശരിയല്ല, എല്ലാം മറന്നുപോകും. ഈ 2 തരവും ലോകത്തുണ്ട്. ഇപ്പൊ ശാന്തി ഉണ്ടാകുന്നത് എപ്പോഴാണോ നാം എദൃച്ഛയാ ലഭിക്കുന്നതിൽ സന്തുഷ്ടരാകുന്നത്, അപ്പോഴാ ശാന്തി ഉണ്ടാകുന്നത്. അല്ലാതെ ഇന്നത് കിട്ടണം എന്നൊരാഗ്രഹം തോന്നുമ്പോൾ തന്നെ സമീപത്തുള്ള ജീവജാലങ്ങളിലേക്കെല്ലാം ആ ആഗ്രഹത്തിൻ്റെ വർത്തമാനമായ അംശങ്ങൾ കടന്നുപോകും. ആ ആഗ്രഹത്തോട് വിപരീതമായ ഒരാൾ ചെന്നുപെട്ടാൽ അന്തരീക്ഷം മുഴുവൻ കലുഷിതമാവുകയും ചെയ്യും. ആ സമയത്ത് ഉത്തമന്മാരായ ആളുകൾ പറഞ്ഞുകൊടുത്തിട്ടുള്ളതോ പറഞ്ഞുകൊടുക്കുന്നതോ ആയ യാദൃച്ഛിക ലാഭത്തെക്കുറിച്ചുള്ള ചിന്ത ഒരിക്കലും അവർക്കുണ്ടാവില്ല. യാദൃച്ഛികതയാണ് കുഞ്ഞെ സ്വീകരിക്കേണ്ടതെന്ന് അപ്പോൾ പറയാൻ തുടങ്ങിയാൽ അയാൾ കാമിയാണെന്ന് സ്ഥാപിക്കാൻ വെമ്പലുള്ളൂ. അതുകൊണ്ട് അത്തരക്കാരെ ഉപദേശിക്കാനും പാടില്ല. പോയി തല്ലു വാങ്ങിച്ചു വരരുത്. ഞാൻ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ടു കൂടെ എന്നൊന്നും ചോദിച്ചേക്കരുത്. അത് നിങ്ങൾക്ക് പറയാം. സ്വന്തം കാര്യം വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്നാവും. അതുകൊണ്ട് കർമ്മരംഗം വളരെ ഗഹനമാണ്. അതിലെ സുഖദുഃഖാദികളില്ലാത്ത ഒരു കാലമില്ല. സുഖദുഃഖാദികളില്ലാത്ത ഒരു പ്രായമില്ല. കാലം 2 വിധത്തിലുണ്ട്. ഒന്ന് ബാഹ്യകാലം. ബാഹ്യകാലമാണ് ഋതുക്കളായി എല്ലാം കാണുന്നത്. ആന്തരകാലമാണ് ബാല്യം, കൗമാരം, യൗവനം, ജരയായി കാണുന്നത്. 2 കാലത്തിലും സുഖദുഃഖങ്ങളുണ്ട്. ബാല്യത്തിന് സുഖമുണ്ട്, ദുഃഖമുണ്ട്. ഏത് ഋതുവിലും സുഖവും ദുഃഖവും
സംജാതമാണ്. സുഖദുഃഖമില്ലാത്ത കാലവുമില്ല, സുഖദുഃഖമില്ലാത്ത പ്രായവുമില്ല. അതുകൊണ്ട് രണ്ടിനെയും വെടിയുക, എതിർച്ഛാലാഭ സന്തുഷ്ടനായിത്തീരുക. ഇവിടം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്. ഈ 4 ശ്ലോകങ്ങളും കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതാണ്. 9 അനാസക്തിയിലെ ഈ 4 ശ്ലോകങ്ങളും എടുത്തതാണ്. 4ൻ്റെയും താല്പര്യം ഒരു പൂർവസ്മൃതി ഉണർത്താൻ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അനാസക്തി ശാസ്ത്രത്തിൽ നിന്നും ശാസ്ത്രജ്ഞനിൽ നിന്നും ഉണ്ടാവും. കാരണം ലോകത്തൊട്ടു വളരെ ശാസ്ത്രങ്ങളുണ്ട്, ഒട്ടു വളരെ ശാസ്ത്രകാരന്മാരുമുണ്ട്, ലോകത്തൊട്ടു വളരെ ധർമ്മങ്ങളുണ്ട്, ഒട്ടു വളരെ ധർമ്മികളുമുണ്ട്. അതുകൊണ്ട് ഈ ധർമ്മങ്ങളും ധർമ്മികളും ശാസ്ത്രവും ശാസ്ത്രജ്ഞനും ഇത്രയധികമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഇതൊന്നും സത്യമല്ല. സത്യമേകമാണ് എന്നാണ് എല്ലാവരും പറയുക. എന്നിട്ട് അവർ ഒരു സത്യം അവതരിപ്പിക്കുകയാണ്. അത് കേൾക്കുന്ന മാത്രയിൽ മറ്റൊരുവൻ അതിൽ ഇന്നത് യുക്തിഭംഗമുണ്ട് എന്ന് പറഞ്ഞ് മറ്റൊന്ന് അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ അവതരിപ്പിച്ച ഒട്ടു വളരെ ശാസ്ത്രങ്ങൾ ഇന്നുണ്ട്. അതിലിതാണ് ശരി, ഇത് തെറ്റാണ് എന്ന വാദം ഓരോരുത്തരും പറയും. ഓരോ കാലങ്ങളിൽ മനുഷ്യബോധത്തിന് സുഖദുഃഖങ്ങളുടെ മാറ്റമനുസരിച്ച് ഓരോന്ന് ശരിയാണെന്ന് തോന്നും.